ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പ്രിൻസസ് കട്ട് ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. നമ്മൾ നോർമൽ ബ്ലൗസ് തയ്ക്കുന്നതിന് പകരം ഇതുപോലെ പ്രിൻസസ് കട്ടാക്കിയിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഷേപ്പിൽ കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലൈനിങ് പീസാണ് കേട്ടോ. ലൈനിങ് പീസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനെ 4ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിലെ പീസ് മാത്രമാണ് പ്രിൻസസ് കട്ടായിട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിലെ പീസ് മാറ്റിയിട്ട് അത് മാത്രമാക്കിയിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ഈ ഒരു യോക്കിൻ്റെ ലെങ്ത്താണ് കേട്ടോ. ഈ ഒരു ബ്ലൗസ് ഉണ്ടല്ലോ അതിൻ്റെ ലെങ്ത്തായിട്ട് എനിക്കിവിടെ 13.5 ഇഞ്ചസാണ് കേട്ടോ വേണ്ടത്. അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് ഞാനിവിടെ 14.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ താഴെ ഭാഗം ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു യോക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യുക. 13, 13.5, 14 ഈ ഒരു ഇഞ്ചസിൽ എടുക്കാവും നല്ലത്. കൂടുതൽ ഇറങ്ങിപ്പോയാൽ ആ ഒരു ഗൗണിന് എത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊരു ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ടോട്ടൽ ഷോൾഡർ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ അതിനെ 2ആയിട്ട് മടക്കിയിട്ട് 7 ഇഞ്ചസാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ താഴേക്ക് ആം ഹോൾ ലെങ്ത്ത് ആയിട്ട് 7.5 ഇഞ്ചസും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് ഇതുപോലെ ലൈനായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ ലെങ്ത്ത് ആയിട്ട് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തത്. ആ ഒരു 7 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ കറക്റ്റ് ആ 7 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരാതിരിക്കാനാണ് ആ ഒരു ഭാഗം നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പോയിൻ്റ് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആം ഹോൾ കർവും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ താഴേന്ന് ഇതുപോലെ ഒരു 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു കോർണർ ഭാഗത്ത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ കർവ് ഇതുപോലെ ഒന്ന് ഫ്രീ ഹാൻഡായിട്ടൊന്ന് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആം ഹോൾ കർവായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് ആണ് കാണേണ്ടത്. ചെസ്റ്റ് ലെങ്ത്ത് എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്ത് ആയിട്ട് കിട്ടുന്നത് 18 ഇഞ്ചസാണ്. അപ്പോൾ അതിനെ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ചസ് ആയിരിക്കും കിട്ടുക. ആ ഒരു 9 ഇഞ്ചസിലേക്ക് നമുക്ക് ഒരു 1.5 ഇഞ്ചസ് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു യോക്കിൻ്റെ താഴെ ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 8.5 ഇഞ്ചസും അതിലേക്ക് 1.5 ഇഞ്ചസ് തയ്യൽ തുമ്പും കൂടിയും കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആയിരിക്കും നമ്മൾ നോർമലായിട്ട് യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ ഇവിടെ നെക്കിൻ്റെ ലെങ്ത്തും വിടുത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിടുത്തായിട്ട് 3 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. ടോട്ടൽ നെക്ക് വിടുത്ത് 6 ഇഞ്ചസ് ആയിരിക്കും കിട്ടുക. അപ്പം ഇതുപോലെ 3 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ഡീപ്പായിട്ട് ഞാനിവിടെ 6 ഇഞ്ചസാണ് എടുക്കുന്നത്. അപ്പോൾ മുകളിൽ നമുക്കൊരു 1/2 ഇഞ്ചസ് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ 5.5 ഇഞ്ചസായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ അത്രയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഒരു 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു മാർക്ക് ചെയ്തതിന് നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നെക്കിൻ്റെ ലെങ്ത്തും വിടുത്തൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്കിന് ഞാനിവിടെ ചെറിയൊരു പാറ്റേൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തില്ലേ അതിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചെറിയൊരു കർവിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്കിൻ്റെ ഡിസൈനായിട്ട് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇനി നമുക്ക് കാണേണ്ടത് പ്രിൻസസ് കട്ടിനുള്ള മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ താഴേക്ക് ഒരു 10 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 10 ഇഞ്ച് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഒരു നിപ്പിൾ പോയിൻ്റ് വരുന്നില്ലേ
ആ ഒരു ഭാഗമാണ് ഈ ഒരു 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വയം ഒന്ന് മെഷർ ചെയ്തിട്ട് ആ ഒരു ലെങ്ത്ത് കിട്ടാനായിട്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നോർമലി ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 10 ഇഞ്ചായിരിക്കും ആ ഒരു ലെങ്ത്ത് വരിക. അപ്പോൾ അത് ഞാനിതുപോലെ മിഡിൽ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഒരു നിപ്പിൾ മുതൽ മറ്റേ നിപ്പിൾ വരെ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ്. അത് നോർമലി വരുന്നത് 7 ഇഞ്ചസ് ആയിരിക്കും. 7 ഇഞ്ചസിനെ നമ്മളിതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.5 ഇഞ്ചസ് ആയിരിക്കും കിട്ടുക. പക്ഷേ നമ്മൾ ഈ ഒരു 3.5 ഇഞ്ചസിൽ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു 3.5 ഇഞ്ചസുള്ള എന്താവും, 1/2 ഇഞ്ചസ് കുറയും കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് 3.5 ഇഞ്ചസ് ആയിട്ട് ചുരുങ്ങിയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് 4 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിപ്പിൾ പോയിൻ്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഇതുപോലെ ഒരു 3.5 ഇഞ്ചസാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ആ ഒരു 3.5 ഇഞ്ചസും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റിലേക്ക് ഇതിനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൂട്ടി വരക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗം. ഇനി നമുക്ക് ഇതിനെ ആം ഹോളിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തിട്ട് കൂട്ടി വരച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് നേരെ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. കോർണർ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിൻറ്റിലൂടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ആ ഒരു പോയിൻറ്റിലൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ആം ഹോൾ കർവ് ഉണ്ടല്ലോ, അതിൻ്റെ അങ്ങോട്ടേക്കാണ് ഇത് മുട്ടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവാക്കിയിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു ഷാർപ്പ് പോയിൻ്റ് അല്ല കേട്ടോ അവിടെ വേണ്ടത്, ഇതുപോലെ ചെറിയൊരു കർവായിട്ടാണ് ഈ ഒരു ഭാഗം വരേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒരു 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് ഗ്യാപ്പാണ് കേട്ടോ അവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ബ്രസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗം, അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 13 ഇഞ്ചസാണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെ ബ്രസ്റ്റിൻ്റെ നേരെ താഴെ വരുന്നൊരു പോയിൻ്റ് ആയിരിക്കും ഇത്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഈ ഒരു പോയിൻറ്റിലേക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു എസ് ഷേപ്പിലാണ് വരച്ച് കൊടുക്കേണ്ടത്, ഇതുപോലെ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ചെരിച്ചൊന്ന് വരച്ചെടുത്തത്. അതിനെ നമുക്കൊരു എസ് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വളച്ചിട്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. പ്രിൻസസ് കട്ടിങ്ങിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു 9 ഇഞ്ച് ഇപ്പോൾ മാർക്ക് ചെയ്തില്ലേ, അതിൽ നിന്നും ഈ ഒരു 1.5 ഇഞ്ച് നമുക്ക് വിഡ്ത്ത് കുറയും. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമ്മുടെ അരവണ്ണത്തിൻ്റെ ആ ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു 1.5 ഇഞ്ച് ഈ തയ്യൽ തുമ്പിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കൂട്ടിയെടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്രയാണോ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു 1.5 ഇഞ്ച് ഇവിടെയാണ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുക്കുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പി എന്തായാലും പോവും. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ചും കൂടെ ഇവിടെ മുകളിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തതിനെ ഒന്ന് കൂട്ടിയിട്ട് ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മറക്കരുത്, ഇതെന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ലെങ്ത്ത് കുറഞ്ഞു പോകും കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും മെഷർമെൻറ്റ്സാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഞാൻ താഴെ ഭാഗത്ത് ഇതുപോലെ നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോഴും ഒരു 1/4 ഇഞ്ച് അവിടെ വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ടൊന്ന് കുഴിച്ച് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ബാക്ക് യോക്കിനും കൂടി വേണ്ടിയിട്ട്
ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ബാക്ക് യോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഫ്രണ്ട് യോക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റി വെക്കാൻ മറക്കരുത്, കാരണം ഇല്ലെങ്കിൽ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതാ സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ വരച്ചില്ലേ, പ്രിൻസസ് കട്ടിൻ്റെ ഈ ഒരു പാറ്റേൺ വരച്ച അതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് യോക്ക് മാത്രമാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ വരച്ചതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാ ഈ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തതിലൂടെ ഒന്നും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ വന്നിട്ടുള്ള പീസ് ഉണ്ടല്ലോ, എക്സ്ട്രാ വന്നിട്ടുള്ള ആ ചെറിയൊരു പീസ്, ഇതിനെ നമ്മൾ യോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് മാറ്റുകയാണ് കേട്ടോ. അത്രയും ഭാഗം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു നെക്കിൻ്റെ ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു വരച്ച പാറ്റേണിലൂടെ കട്ട് ചെയ്തെടുക്കാതെ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ലെങ്ത്തും വിടുത്തൊക്കെ കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പിനും കൂടെ നമുക്ക് എക്സ്ട്രാ വരും. അപ്പോൾ നെക്ക് കുറച്ച് അധികം ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. ഈ ഒരു പീസിലേക്ക് 2 സൈഡിലേക്കും ഓരോ പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിനെയും കൂടെ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പീസ് ഇതുപോലെ നമ്മൾ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ലൈനിങ് പീസാണല്ലോ. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ നിന്നും സെയിം മെഷർമെൻറ്റ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ നല്ല വശം നോക്കിയിട്ട് ഞാൻ കറക്റ്റാക്കിയിട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു ലൈനിങ് പീസിന് വെച്ച് കൊടുക്കുന്നത്. അപ്പം നല്ല വശം നോക്കിയിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ലൈനിങ് പീസിനെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റ് പാറ്റേണിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ലെഫ്റ്റും റൈറ്റും എങ്ങനെയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. 3 പീസും എങ്ങനെയാണോ വരേണ്ടത് അതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോഴാണ്, ഇതിപ്പോൾ നമ്മൾ തിരിച്ച് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ഒരേ പീസായിരിക്കും വരിക. അപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് വെക്കണം കേട്ടോ. എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമ്മൾ വെച്ചിട്ട് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസിലൂടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഇതിൻ്റെ എല്ലാ എഡ്ജസിലൂടെയും മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റ്സിലൂടെ അല്ല കേട്ടോ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്, ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ മാർക്ക് ചെയ്തതിലൂടെ ഓരോന്നിനെയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഇട്ട് എടുത്താൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കുറവ് വരാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതാണ് ഒരു 1/4 ഇഞ്ച് എല്ലാ സൈഡിലും കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന പീസിനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 3 പീസും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ 3 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിനെ ഒന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ ഫാബ്രിക്കിൽ നിന്നും ബാക്ക് സൈഡിലേക്കുള്ള പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ. അപ്പം നല്ല ഫാബ്രിക്കിനെ ഇതുപോലെ 2ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ബാക്ക് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു പാറ്റേണിലൂടെ നമുക്ക് ബാക്ക് യോക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് യോക്കിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസ്, അത് ലൈനിങ് പീസിനോട് കൂടിയിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് പീസും മെയിൻ ഫാബ്രിക്കും കൂടി കൂട്ടിയിട്ട് സൈഡിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നീങ്ങി പോവാതിരിക്കാനും പിന്നെ അതുപോലെ 3 പീസും കൂടെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ കോർണറിലൂടെയൊക്കെ ആ ഒരു കട്ടിങ് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ കോർണറിലൂടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം.
ഇതേപോലെ എല്ലാ എഡ്ജും ഒന്ന് കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ പീസിനെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് രണ്ട് സൈഡും ആ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഏത് ഭാഗത്തേക്കാണോ ആ ഒരു മെഷർമെൻറ്റ്സ് വരേണ്ടത് അതുപോലെ ആദ്യം ഇതുപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ എഡ്ജിലൂടെ ആ ഒരു കർവ് ഉണ്ടല്ലോ, ആ ഒരു കർവ് ഇങ്ങനെ വളച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടൊക്കെ തോന്നും, പക്ഷേ ഇല്ല കേട്ടോ. നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡിൽ എക്സ്ട്രാ വന്നിട്ടുള്ള പീസിനൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ നെക്കിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ എഡ്ജിലൂടെ ആയിട്ടൊന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് ഇതുപോലെ മടങ്ങിയിട്ടുള്ള ഭാഗത്തിനൊക്കെ ഒന്ന് പുറത്തേക്കാക്കിയിട്ട് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്തതിന് ശേഷമാണ് ഇനി ഈ ഒരു സൈഡിലുള്ള ഒരു പീസിനെ ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് നമ്മൾ ലൈന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പോലെ പറ്റില്ല കേട്ടോ. ആ ഒരു കർവ് ഭാഗം എത്തുമ്പോൾ നമ്മൾ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ഫാബ്രിക്കിനെ ഇതുപോലെ ഇങ്ങോട്ടേക്ക് വളച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ പതുക്കെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, ആ വളഞ്ഞ് നിൽക്കുന്ന ആ ഒരു പോയിൻ്റ്, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. പിരിഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യമേ ലൈനിങ് പീസും കൂടി കൂട്ടിയിട്ട് ജോയിൻ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ ആ ഒരു ഭാഗം നീങ്ങി പോകും എന്നുള്ളൊരു പേടിയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ നമുക്ക് സൂചി അവിടെ നിർത്തി വെച്ചിട്ട് പതുക്കെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ആ ഒരു ഫൂട്ടിനെ ഒന്ന് പൊക്കി വെക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഫാബ്രിക്കിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കുക. അങ്ങനെ വേണം ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. യോക്കിൻ്റെ 3 പീസിനെയും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജിലൂടെ ഒക്കെ ഒന്ന് ഓവർലോക്കും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ നമുക്ക് ബാക്ക് യോക്കും കൂടെ ഒന്ന് നെക്കിൻ്റെ ഒരു ഭാഗം തയ്ച്ചെടുക്കാം. അപ്പം നല്ല വശത്തിന് മുകളിലേക്കാക്കിയിട്ട് ലൈനിങ് പീസിന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് നെക്കിന് വേണ്ടിയിട്ടൊരു റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചിട്ടെടുക്കാൻ ഒന്നും കൂടെ ഈസി ആവും. നെക്കിൻ്റെ ഭാഗം തയ്ച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഷോൾഡറാണ് കേട്ടോ തയ്ച്ചെടുക്കേണ്ടത്. അപ്പം നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസും നല്ല വശം വരുന്ന പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് പീസിന് ഇതുപോലെ വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. ഷോൾഡറിൻ്റെ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമുക്ക് ഈ ഒരു പ്രിൻസസ് കട്ടൊക്കെ നല്ല കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും ആ ഒരു ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിൻ്റെ സ്ലീവ്സും താഴെ സ്കേർട്ട് പോർഷനെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിലും ദുപ്പട്ടയിലൊക്കെ എംബ്രോയ്ഡറി വർക്ക് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രിൻസസ് കട്ട് ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching. Bye bye.